ഹലോ. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏട്ടനൊന്ന് ഓഫാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിച്ച് കഴിഞ്ഞപ്പം വൈകുന്നേരം ചുമ്മാ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം എയർപോർട്ടിൻ്റെ സൈഡിലേക്ക് തന്നെ പോകണേ. അതുകൊണ്ട് തന്നെ ഏട്ടന് വലിയ താല്പര്യമില്ല. കാരണം ഡെയിലി ഏട്ടൻ ജോലിക്ക് പോണത് അവിടേക്ക് തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് പണ്ട് അവിടെ പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നിട്ട് നമ്മൾ എന്താ പറയുക, നമുക്ക് കുറച്ച് നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിലായിരുന്നു. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെ എന്താ പറയുക, ജസ്റ്റ് കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ എൻ്റെ മെട്രോ സ്റ്റേഷൻ എത്തുമ്പോൾ എൻ്റെ നെഞ്ചിൽ എന്തോ ഇല്ലാത്തൊരു ഒരു സംഭവമാണ്. എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു വികാരമാണ്. കാരണം ദൈവമേ, നാളെ രാവിലെ ഇങ്ങോട്ട് തന്നെ വരണമല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മളുടെ എന്താ പറയുക, ആ ഒരു ഞായറാഴ്ചത്തെ ആ ഒരു ഓഫിൻ്റെ ആ ഒരു സുഖമൊക്കെ അങ്ങ് പോവും. പക്ഷെ വേറെ സ്ഥലമൊന്നും കിട്ടാത്തതുകൊണ്ട് ലാസ്റ്റ് അവിടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഇൻസ്റ്റയിൽ റീൽസിൽ അവിടുത്തെ ഒരു കഫേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഹെൽമെറ്റാണെങ്കിൽ എന്താണോ ടൈറ്റായിട്ട് ഒരുമാതിരി ശ്വാസം മുട്ടലായിരുന്നു ആ സാധനം ഇട്ടിട്ട്. അപ്പോൾ നമ്മളിത് എന്നും പോണ വഴിയല്ല കേട്ടോ. അവൻ പറഞ്ഞ് ഇങ്ങനെ ഒരു വഴിയുണ്ട്, കറക്റ്റ് അറിയില്ല. പിന്നെ ഗൂഗിൾ മാപ്പിൻ്റെ ചേച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ ചെന്നാലും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എത്തുമല്ലോ. പക്ഷേ ഈ സ്ഥലം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്താ പറയുക, ആ സമയത്ത് ഒരു ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി കൂടെ വരണത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ സംഭവം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈ വീടിന് അടുത്തുള്ള പിള്ളേർക്കൊക്കെ നല്ല സുഖമായിരിക്കുമല്ലോ, വല്ല ഡാൻസൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്ന് ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവുമല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിലോർക്കായിരുന്നു. ഇതിൻ്റെ ആ സൈഡിൽ നല്ല രസമില്ല, ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ലാസ്റ്റ് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തി കേട്ടോ. വഴിയൊന്നും തെറ്റിയൊന്നുമില്ല. ജംഗ്ഷനിലേക്ക് തന്നെ നമ്മൾ എത്തി. അപ്പോൾ അവിടെ ബൂസ്റ്റർ ചായ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ കടയുടെ പേര് അങ്ങനെ തന്നെ ആയതുകൊണ്ട് നമ്മൾ ചായനെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ കുറേ വെറൈറ്റീസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ക്യാപ്പച്ചീനോയുടെ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ഒരു കാപ്പി ഓർഡർ ചെയ്തു, ഏട്ടനൊരു ചായയും ഓർഡർ ചെയ്തു. പിന്നെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ, ഫുൾ ടൈം പാട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് ആ എയർപോർട്ടിൻ്റെ അവിടേക്ക് നമ്മൾ തിരിയുന്ന ആ ഒരു ഇവിടെ തന്നെയാണ്. ഇതിങ്ങനെ കുറേ ഇലയൊക്കെ വെച്ചിട്ട് ഇതേ ടി വിയിൽ എപ്പോഴും നല്ല ഫുൾ ഓലയത്തിൽ അവർ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. പിന്നെ ഇന്നധികം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെളിയിൽ തന്നെ ഇരുന്ന്, ഉള്ളിലും അവർക്ക് സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചായയൊക്കെ വന്നു. ഈ പട്ടിയാണെങ്കിൽ അവിടെ കുറേ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു ദയനീയമായിട്ടുള്ള നോട്ടത്തിൽ അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. എനിക്ക് ആ പട്ടീനെ കണ്ടിട്ട് ശരിക്കും സങ്കടം വന്നിട്ട്. കാരണം അത് നോക്കണത് ഭയങ്കര ദയനീയമായിട്ട്, അതിനൊന്നും തിന്നാൻ കിട്ടാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ ഞാനൊന്നും കൊടുത്തിലിട്ടു, കാരണം എനിക്ക് പട്ടികൾ പേടിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ പിറകെ വന്നാലും ചെറുപ്പത്തിൽ എൻ്റെ ഒരു പട്ടി ഓടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പട്ടീനെ ഭയങ്കര പേടിയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തിരിക്കണത് ഇത് മറ്റേ ഫ്രൈഡ് ചിക്കൻ മൊമോസാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ മൊമോസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണേ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ സാധനം കൊള്ളില്ല എന്നാണ്, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഈ ചിക്കൻ മൊമോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരധികം എരിവൊന്നും അധികം ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് നല്ല അടിപൊളിയായിരിക്കും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കെന്തോ ഞാൻ ഈ മൊമോസ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന്. പിന്നെ സ്റ്റീം മൊമോസ് എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഫ്രൈഡ് മൊമോസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി എപ്പോഴെങ്കിലും ചെല്ലുമ്പോൾ മറ്റേ സ്റ്റീമിൻ്റെ മൊമോസ് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഏട്ടൻ അവിടെ നിന്ന് ചിക്കൻ ടിക്ക മൊമോസ് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, അത് നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. അത് വേണമെന്ന് ചോദിച്ചു. പിന്നെ ഇപ്പോൾ ഫുഡ് ആരെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ ഞാൻ നോ പറയാറില്ല, എനിക്ക് വേണം തന്നെ പറയുള്ളൂ. പണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരു കടി കടിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കൊടുക്കുവേ. അത് കഴിഞ്ഞപ്പോൾ എന്തേ വേറൊരു പട്ടി, ഇത് പാവം ഭയങ്കര വയസ്സായിട്ടുള്ളൊരു പട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കൈ കിട്ടിയപ്പോൾ അപാര ചൂടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ സാധനം കഴിച്ചു നോക്കിയത്. ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിക്കൻ ടിക്ക കുറച്ചും കൂടെ എന്താ പറയുക, മസാലയും സ്പൈസിയൊക്കെ വരുന്നതാണ്. കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലതായിരിക്കും. മറ്റ് ചിക്കൻ മൊമോസ് എന്ന് പറഞ്ഞത് ഒട്ടും സ്പൈസി അല്ല, ഇത് കുറച്ച് മസാലയും കുറച്ച് സ്പൈസിയൊക്കെ ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ പട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ തിന്നണം ചോദിക്കുക. ഞാൻ പറഞ്ഞു തരൂല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പോഴത്തെ അവിടെ നിന്ന് ചേട്ടന്മാർ വന്നിട്ട് അതിനെ ഓടിച്ച് വിടണ്ടായിരുന്നു. ഈ ചെറുക്കൻ എൻ്റെ മുഖം എടുക്കില്ല, ഇവൻ എന്താണ് പകുതി വെച്ചെടുക്കണേ. ഈ പോർഷൻ എൻ്റെ കെട്ടിയവനാണ് കേട്ടോ വീഡിയോ എടുത്തിരിക്കണേ, ഇതിലെനിക്കൊരു പങ്കുമില്ല. പിന്നെ അങ്ങനെ അവർക്ക് പൈസയൊക്കെ കൊടുത്ത് ഞങ്ങൾ പോകുന്നത്. ഇതാണ് ആ കട, എയർപോർട്ടിൻ്റെ അവിടെ തന്നെ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പൈസയൊക്കെ കൊടുത്ത്
ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോണ വഴിക്ക് ഏട്ടൻ പപ്പയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഇപ്പം 7 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മളെന്തെങ്കിലും സ്നാക്സ് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പ അത് കഴിക്കില്ല. കാരണം കുറച്ചും കൂടെ കഴിഞ്ഞ് നമ്മൾക്ക് രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കണ സമയവും. അപ്പോൾ നമ്മൾ വീടിനടുത്തുള്ള ഒരു കടയിൽ നിന്ന് കുറച്ച് കറി മേടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ നമ്മൾക്ക് കിലോ കണക്കിന് അങ്ങനെ അവർ വിൽക്കുന്നതാണ്. നമ്മളങ്ങനെ കുറച്ച് ചില്ലി ചിക്കൻ മേടിച്ചു. ഇതിന് മുന്നേ നമ്മൾ ഇവിടെ നിന്ന് കറിയൊക്കെ മേടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവമൊക്കെ. അങ്ങനെ നമ്മൾ കുറച്ച് ചില്ലി ചിക്കനൊക്കെ മേടിച്ചു. നമ്മളങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.